തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഒരു മൂലയ്ക്കിരുത്താനൊക്കെ പല രീതിയിൽ പല ശ്രമങ്ങളും. അതിപ്പോൾ ഈ ഫീൽഡ് അങ്ങനെയാണ്. ഓർമ്മിച്ച് പറയേണ്ടവർ പോലും ഒരിടത്തും പറയാത്ത കാലഘട്ടത്തിലാണ് ഞാനിത് ജീവിക്കുന്നത്. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ നായിക സീമയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണ്. ഞാനേൽ അടിച്ചു വന്നു താരദിശയിൽ തിളങ്ങിയ താരം. എനിക്ക് അംഗീകാരം നൽകണം എന്നും പറഞ്ഞ് ഈ നിമിഷം വരെ ഞാൻ ആരുടെ പുറകെ പോയിട്ടില്ല. നമ്മൾ വളരുമ്പോൾ ചിലർക്കൊക്കെ ചെറിയ ഉറുമ്പേടിയൊക്കെ ഉണ്ടാവും. അത് പോട്ടെന്ന് വിചാരിക്കണം. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു. കാരണം മോഡൽ സ്കൂള് പറഞ്ഞു, കോട്ടൺ ഹിലിൻ്റെ ഏതാണ്ടൊരു ഭാഗമൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ ഈ പഠിച്ച കാലവും പ്രൈസ് കിട്ടിയ കാലവും പറഞ്ഞ് കുറച്ചൊന്ന് മാറ്റി പിടിച്ചില്ലേ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ അല്ലേ? പലരും അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ഉണ്ടെങ്കിലും നമ്മൾ എൻ്റെ കഥ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചിലർക്ക് പെട്ടെന്നറിയാൻ താല്പര്യം കാണും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഈ ഒരു വിദ്യാഭ്യാസ കാലത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് ഒന്ന് തിരിച്ച് കുറച്ചൊന്ന് മുമ്പോട്ട് പോകാം, ഒന്ന് സ്പീഡ് കൂട്ടി. അല്ല പിന്നെ വരാം. ഇതിനകത്തിപ്പോൾ സംഭവങ്ങളിലേ കിടക്കുന്നു. തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടുത്തെ BA-കാരിയെ തോൽപ്പിച്ച് പ്രീ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനി ആർട്സ് ക്ലബ് സെക്രട്ടറി ആയ കഥ മുതൽ പലതും നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ കഥയിലെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് എൻ്റെ സിനിമാ ജീവിതമാണ്. സിനിമയോടുള്ള ഒരു അടങ്ങാനാവാത്ത ഒരു ഇഷ്ടമോ അല്ലെ ആവേശമോ അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെങ്കിലും ഒരു പടത്തിൽ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് അത്യാവശ്യം അഭിനയമൊക്കെ അറിയാവുന്ന ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കോട് പട്ടത്തുള്ള കരുണാകരൻ സാറ്, തിക്കുടിയൻ സാറ്, അവരെയൊക്കെ നിങ്ങൾക്കറിയാം. ദൈവമേ, തിക്കുടിയൻ സാറൊക്കെ എൻ്റെ അച്ഛൻ്റെയും വലിയച്ഛന്മാരുടെയൊക്കെ വലിയ സുഹൃത്തു കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അരവിന്ദൻ സാറ് ലോകം മുഴുവനും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ കണ്ട് മലയാളി എന്നല്ല, മലയാളികളല്ലാത്തവരും ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ കണ്ടിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റേത്. എനിക്കന്ന് അദ്ദേഹത്തിനെ പരിചയം എന്ന് പറയാനായിട്ട് ഈ മാതൃഭൂമിയുടെ ഏതോ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ പുറകിൽ ഈ ചെറിയ ലോകവും വലിയ അദ്ദേഹം ഒരു കാർട്ടൂൺ പരമ്പര എഴുതുമായിരുന്നു. അപ്പോൾ അത് വളരെ ചുമ്മാ എന്തെങ്കിലും ഒരു കാർട്ടൂണല്ല, ഒരു വളച്ച സംഭവങ്ങളൊന്നുമല്ല, വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് ഈ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചിട്ട് നമ്മുടെ അരവിന്ദൻ സഭ അദ്ദേഹത്തിന് അതിലുപരി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടൊരു പടം സംവിധാനം ചെയ്യുന്നു, ഉത്തരായനം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, തിക്കുടിയൻ ചേട്ടനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അത്യാവശ്യം കോളേജിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളെ ഇതുവരെ അഭിനയിക്കാത്ത, സ്ക്രീനിൽ വരാത്ത ഒരു പെൺകുട്ടി, ഒരു നാടൻ പെൺകുട്ടി. ഈ പറഞ്ഞു വരുമ്പോൾ ഈ ഹീറോ എന്ന് പറയുന്ന ഡോക്ടർ മോഹൻദാസാണ് ആ കഥാപാത്രം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പെണ്ണായിട്ട് വരും. പക്ഷേ എന്നും പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഭയങ്കര സീനുകളോ അങ്ങനെയൊന്നും അതിനകത്തില്ല. ഇങ്ങനെ ഉണ്ട് ഒരു ബന്ധം. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലിങ്ങനെ അപ്പം ചെറിയ ഒരു അറിയാമല്ലോ, ഒരു സൈക്കിക് ക്യാരക്ടർ പോലെ ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള ഒരു നായകനാണ്. എന്തൊക്കെയോ പറയും. അത് ഏതാണ്ട് അതിനെക്കാട്ടിൽ ഒരു ബുദ്ധിമുട്ടുള്ള കഥാപാത്രമായിരുന്നു പിന്നീട് ഞാനും അദ്ദേഹവും കൂടെ അഭിനയിച്ച KG ജോർജ് സാറിൻ്റെ സ്വപ്നാടനം. അങ്ങനെ ഈ ഉത്തരായനമാണ് എൻ്റെ ചലച്ചിത്ര ലോകത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ്. കോഴിക്കോട് ഷൂട്ടിങ് ഒരുപാട് ദിവസമൊന്നും ഉണ്ടായില്ല. എന്തൊക്കെയോ ചില അമ്പലത്തിൽ നിന്ന് നടന്നു വരുന്ന ഒരു സീന്, വീടിൻ്റെ പൂമുഖം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ, 1-2 മാക്സിമം 3 ദിവസം. എനിക്ക് എത്ര ദിവസം ഞാൻ പോയെന്നറിയത്തില്ല. ഒരു നാട്ടുംപുറത്തെ ഒരു വീടുമൊക്കെ ആയിരുന്നു. അത് അഭിനയിച്ചു. അപ്പോൾ അതിലഭിനയിച്ച് നമ്മളതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ആ പടത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയപ്പോൾ മനസ്സിനൊരു സന്തോഷം. ഈശ്വര, നമ്മളൊന്ന് ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടു കൂടി ഒരു ക്ഷണം കിട്ടി, അഭിനയിക്കാൻ പോയി. അത് ഇത്രയും വലിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയല്ലോ. അപ്പം നമ്മളും അതിലെവിടെയോ ഒരു ചെറിയ കണ്ണിയാണ് എന്ന് വന്നു എന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എനിക്ക്. അതിനുശേഷം പിന്നീട് ഞാൻ സിനിമാ അഭിനയം ഉടൻ തന്നെ എന്നെ വിളിച്ചത് പുരുഷനാലപ്പുഴ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പടമാണ്, കാർത്തിക വിളക്ക്. എനിക്കൊന്ന് ഹമീദ് കാർശ്ശേരിയാണ് അതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ നാട്ടിലേത് പറയാറും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരിച്ച ആണ്ട് വരുമ്പോഴുമൊക്കെ വിളിക്കാറുണ്ട് കുട്ടികൾ.
അപ്പോൾ അങ്ങനെ അവരുമൊക്കെ ആയിട്ട് ഇന്നും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതൊന്നും ഞാൻ വെറുതെ പരസ്യത്തിൽ പറഞ്ഞുകൊണ്ടകത്തില്ല. ഞാൻ ആനയാണ് ജയനയാണ് ജയമ്പാണെന്നൊന്നും പറഞ്ഞു നടക്കത്തില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ. ആ കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ്. കാരണം അന്ന് ഈ പറഞ്ഞതുപോലെ ഹമീദിൻ്റെ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു പടം വരികയും അതിനകത്ത് റാണി ചന്ദ്രൻ ഞാനുമായിരുന്നു അഭിനയിക്കുന്നത്. അതാണ് അടുത്ത ചിത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യോ ശ്രീകുമാരൻ തമ്പി ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജി അന്നൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് രാജിയുടെ കൂടെ പഠിച്ചവർക്കറിയാം, ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ പിന്നെ ബസ്സിൽ പോകാൻ തുടങ്ങി. വിമൻസ് ഉള്ളി ലേഡീസ് ഉള്ളി ബസ്സുണ്ട് പൂജപ്പുര. ഞങ്ങൾ കോളേജിലൊക്കെ പോകുന്നത് അങ്ങനെ. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നത് രാജി വരാനാണ്. ഞാനിതൊരു അതിശയോക്തി പറയില്ല കേട്ടോ, രാജി പോലും കേട്ടാൽ ചിലപ്പോൾ എന്നെ തല്ലാൻ വരും. എന്നാലും രാജി വരുമ്പോൾ ചുവപ്പ് സാരി, ചുവന്ന ബ്ലൗസ് ആണെങ്കിൽ ചുവന്ന കല്ല് വെച്ച മാല, നല്ല കളറും നല്ല വെളുകൊള്ളാതിരിക്കും രാജിയെ കണ്ട. ഇന്നും സൗന്ദര്യത്തിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് വയസ്സായി പോയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറയുക വീട്ടിൽ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട് അറിയത്തില്ല. സ്റ്റുഡിയോകളിലൊക്കെ വരുമ്പോൾ കണ്ടാലും അത് പിന്നെ വിചാരിച്ചല്ല, എനിക്ക് രാജിയെടുക്കലൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് 2-3 സിനിമ അവിടെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. വേഷം കിട്ടുമോ എന്ന് നമുക്കറിയാവുന്നവരോട് ചോദിക്കാം. അന്ന് എൻ്റെ അച്ഛൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് തിക്കുറിശ്ശി സാറ്. അദ്ദേഹം എഴുതുകയും കവിത എഴുതുകയും കഥ എഴുതുകയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ അടൂർ ഭാസി സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് തന്നെ ഞങ്ങൾക്കറിയാം. അടൂർ ഭാസി സാർ, അങ്ങനെ ഒട്ടനവധി പേരുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ആലോചിച്ച് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, ഞാൻ തമ്മിച്ചേട്ടനെ ഒന്ന് കണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ ഹരിപ്പാടുകാരെന്നുള്ള നിലയിലല്ല, അതിലുപരി എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്കറിയാം. പിന്നെ രാജി, പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധമുള്ള വൈക്കം മണി സാറിൻ്റെ മകളാണ്, ഈ പറഞ്ഞതുപോലെ കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പടം. അത് ഏതോ അതൊക്കെ അതിനു മുമ്പ് നമ്മൾ അഭിനയിച്ചു. മോഹിനിയാട്ടം എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. ജയിക്കാനായി ജനിച്ചവരെല്ലാം അഭിനയിച്ചു. ജയിക്കാനായി ജനിച്ചവൻ്റെ ഇപ്പോൾ ഈ 2 മാസം മുമ്പ് ഞാനൊരു അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴേ നമ്മുടെ രവികുമാർ കയറി വന്ന അവിടെ ചാലക്കമ്പോളത്തിൽ നിന്നുള്ള പാട്ടുമൊക്കെ പാടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ ദൈവമേ, അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ഈ നായികമാരെ പോലെ ഡാൻസ് കളിച്ച് പാടാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നും അതെ, ഞാൻ തന്നെ പാടുന്ന എന്തെങ്കിലും ഒരു സാധാരണ പാട്ടെന്നല്ല, അത് ഈ ഡാൻസും പാട്ടും എല്ലാം കൂടെ ഒന്നിച്ച് അത് എനിക്ക് വഴങ്ങാത്തൊരു സംഭവമല്ല. സുഖേട്ടന് പ്രേമം ഒട്ടും വഴങ്ങത്തില്ലെന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ എനിക്ക് വേഷമില്ലെങ്കിൽ പോലും പാവം തമ്പിച്ചേട്ടൻ ചെറിയ ഒരു വേഷമെങ്കിലും എഴുതി ഉണ്ടാക്കി. അത് ഈ രാജിയുടെ നിർബന്ധവും കൂടെ അതിൻ്റെ പിന്നിലുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ചില വേഷങ്ങൾ ചെയ്തു. അങ്ങനെ സിനിമയിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറേ കൂടെ നല്ല സംവിധായകർ. അന്ന് വേറൊരു സംഭവമുണ്ട് കേട്ടോ. കാരണം ഈ തെലുങ്ക് കന്നഡ പടങ്ങൾ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തി, അതായത് ഡബ് ചെയ്യുക. ആ നായികയുടെയൊക്കെ വോയിസ് തെലുങ്ക് ഡയലോഗിലൂടെ മലയാളം പറഞ്ഞിട്ട് മലയാള പടം ആക്കിയിട്ട് ഇവിടെ റിലീസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മിക്ക പടങ്ങളും ചന്ദനക്കാടെന്നൊക്കെ പറയുന്ന മറ്റേ കന്നഡ സിനിമ ഡബ് ചെയ്തൊക്കെ നല്ലതുപോലെ ഓടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അന്ന് അഭയദേവ് സാറാണ്. അഭയദേവ് സാറും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സാഹിത്യ ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്നൊരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മലയ്ക്ക് തെറ്റില്ലാതെ മലയാള ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ, ഇവിടെ ഒരു മാസം ഒരു 1-2 പടം ഡബ് ചെയ്യും, സാമാന്യം തെറ്റില്ലാത്ത ഇന്നത്തെ പോലല്ലോ. അന്നൊക്കെ 2000, 1500 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ 15 ലക്ഷവും 20 ലക്ഷവും പോലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാം സാർ, ഇനി പറയാം. എന്നാൽ ഇത് അരുണാചലം സ്റ്റുഡിയോയിൽ വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അന്ന് ശാരദ അഭിനയിക്കുന്ന പടങ്ങൾ, പിന്നെ കന്നഡത്തിൽ അവരുടെ കൽപ്പന അവരഭിനയിക്കുന്ന പടങ്ങൾ, പിന്നെ കുറേ പേര് അങ്ങനെ അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ അവരുടെ ഡയലോഗ് ഞാനാണ് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സൗണ്ട് കൊടുത്തതിൻ്റെ ഒരു പരിചയത്തിൻ്റെ പുറത്തും അത് കേട്ടെൻ്റെ വോയിസ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സുഖേട്ടനും IV ശശിയും കൂടെ അവളുടെ രാവുകളിൽ സീമയ്ക്ക് ഡബ് ചെയ്യാൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർ കണ്ട് രസിച്ച എന്നും സംസാര വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ നായിക സീമയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതിനെ ഡബ് ചെയ്തു. പിന്നീട് ഞാൻ 1-2 പടങ്ങൾ ഡബ് ചെയ്തു, പലർക്കും ഡബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഡബ്ബിങ് ഒരു പണിയായി. അപ്പോൾ അത് കാശ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന് പിന്നീട് എനിക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ചിത്രങ്ങൾ വരാൻ തുടങ്ങി.
വിൻസെൻ്റ് മാഷ്ടെ പടങ്ങൾ, അല്ലെ വയനാട് തമ്പാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ്. ഞാൻ കമലഹാസൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ചത് ആ ചിത്രത്തിലാണ്. പിന്നെ അതിനുശേഷം പിന്നെ അടൂർ ഭാഷ സാർ സംവിധാനം ചെയ്ത ആദ്യ പാഠം, ശങ്കരൻ നായർ സാറിൻ്റെ ലവ് ബേർഡ്സ്, ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ കമൽ സാറിൻ്റെ കൂടെ ചെയ്തു. എന്നാലും ഇപ്പോഴും രാജു പറഞ്ഞു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറ് കാണുമ്പോൾ ചോദിക്കും അമ്മ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. വളരെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇന്നിപ്പോൾ ഇത്രയും സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മഹാനടൻ, ഇന്ത്യ എന്നല്ല ലോകമെമ്പാടും കമലഹാസനുള്ള ആരാധകർ നമുക്കറിയാം അല്ലേ. പ്രത്യേകിച്ച് തമിഴ് ഇൻഡസ്ട്രി വളരെ 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 വലുതാണ്. ജപ്പാനിൽ പോലും തമിഴ് പടങ്ങൾ ഒരുപാട് ഓടുന്ന ഒരു സമയമാണ്. അപ്പോൾ കമൽ സാർ അമ്മയുടെ കാര്യം ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും എൻ്റെ മക്കളാണ് ഇവരെന്നും മല്ലിക ഇങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഓർമ്മിച്ച് പറയുന്നല്ലോ എന്നുള്ളത് ഓർമ്മിച്ച് പറയേണ്ടവർ പോലും ഒരിടത്തും പറയാത്ത കാലഘട്ടത്തിലാണ് ഞാനിത് ജീവിക്കുന്നത്. അല്ല, അത് പരാതിയായിട്ട് പറയല്ല, സമയമില്ല ആർക്കും. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ, കുടുംബം, മക്കൾ, കൊച്ചുമക്കൾ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയോ പണ്ടെൻ്റെ കൂടെ ഇത് നമ്മൾ പറയുന്നതല്ലാതെ അവർക്ക് ചിലപ്പോൾ ഓർമ്മിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുന്നില്ല. പക്ഷേ കമൽ സാറ് ചോദിച്ചു, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുന്നവരിന്നുമുണ്ട്. വിൻസെൻ്റ് മാഷ് അതുപോലെയായിരുന്നു. സാറിൻ്റെ അവസാനം വരെ സാറ് ഇടയ്ക്ക് വല്ല നാട്ടിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എന്താ നിങ്ങൾ പടത്തിലൊന്നും അഭിനയിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ അല്ല സാർ, ഇപ്പോൾ കുട്ടികളൊക്കെ ആയി, അവരുടെ പഠിത്തം, പിന്നെ അത് കഴിഞ്ഞ് സുഖവട്ടം മരിച്ചു കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്ന് തോന്നിയ ഒരു സമയമാണ്, പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നും കളയാതെ, പൈസ ഒന്നും വെറുതെ പാഴ്ചെലവുകളൊന്നുമില്ലാതെ ജീവിച്ച് സുഖമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കി, ആരോടും ഞാൻ ചോദിക്കേണ്ട, വളർത്താനുള്ളതൊക്കെ ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുതായിട്ടുള്ള ഒരു വൺ ലൈൻ എഴുതുന്ന പോലെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഞാൻ ബഹുമാനിക്കുകയും ജനം ആരാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഇന്നും ബന്ധം പുലർത്തിക്കൊണ്ട് പോകാറുണ്ട്. കാരണം അവർക്ക് ഓർമ്മയുണ്ട് സുഖേട്ടൻ അവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചതും അപ്പോൾ ഞാൻ കൂടെ ചെന്നതും എല്ലാം. എവർഷൈൻ മണി സാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും അമ്മ എവിടെ ഇരിക്കുക എന്നൊക്കെ ചോദിച്ച് സാറ് സംസാരിച്ചു. അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ അതൊരു ഓരോരുത്തരുടെ പാരമ്പര്യമാണത്. അതിപ്പോൾ നമുക്ക് ആരെയും തിരുത്താനോ അല്ലെങ്കിൽ ചോദിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ ഇഷ്ടമല്ല അന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അല്ല. അത് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ സിനിമയിൽ കയറി നല്ല നല്ല ചിത്രങ്ങൾ വരാൻ തുടങ്ങി. KG ജോർജ് എന്ന് പറയുന്ന പ്രതിഭാധനായ സംവിധായകനാണ് എനിക്ക് നിരന്തരമായി അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഒരു വേഷം തരികയും, അത് ഞങ്ങൾ പണ്ട് തമാശന് പറയും, മിക്കവാറും എനിക്കൊരു വേഷം കാണും, ആ വേഷത്തിലൊരു പാട്ട് കാണും, ആ പാട്ട് പാടുന്നത് സെൽമ ജോർജ് ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ സെൽമ എടുത്ത് പറയാറുണ്ട്, സെൽമേ എനിക്ക് വേഷമുണ്ടോ നോക്കിയോ, ഉണ്ടെങ്കിൽ അതിനകത്ത് പാട്ടോ മറ്റോ ഉണ്ടെങ്കിൽ സെൽമ അത് പാടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു പരിചയത്തിൻ്റെ പുറത്ത് അടുത്തടുത്തായിരുന്നു, ഒരൊറ്റ ഭിത്തിയുടെ അപ്പുറം ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്. ഏതായാലും സാറിൻ്റെ ചിത്രങ്ങൾ അഭിനയിച്ച് ഓണപ്പുടവ, മണ്ണ് ഒക്കെ അഭിനയിച്ചെങ്കിലും സ്വപ്നാടനം എന്ന ചിത്രത്തിൽ എനിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ കിട്ടി. അത് ഞാനിതുപോലെ RK ലാബ്, അതായത് നമ്മുടെ അടൂർ ഭാസാറിൻ്റെ ബ്രദറ് ചന്ദ്രാഴ്ചയുടെ ഒരു ലാബ് ഉണ്ടായിരുന്നു വടവള്ളിയിൽ, RK ലാബ് എന്നാണ് അതിൻ്റെ പേരെന്നാണ് ഓർമ്മ. ഞാനവിടെ ഏതോ പടം ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രാഴ്ചേട്ടൻ വന്ന് പറയുന്നത്, എടോ തനിക്കൊരു അവാർഡ് കിട്ടിയതൊക്കെ. ഞാൻ പറഞ്ഞു അവാർഡോ, എന്താ പറയുക, കാരണം അന്ന് ഇതുപോലെ പെട്ടെന്ന് മൊബൈലും ഒന്നുമില്ല, നമ്മളെങ്ങനെ അറിയാനാ, പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും അറിയിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പാടേട്ടാ, ഇയാളിത് എവിടെ കിടക്കുന്നത്, കൊള്ളാം, എടോ കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് രണ്ടാമത്തെ നടിക്ക്. ഞാൻ പറഞ്ഞു കേരള ഗവൺമെൻറ്റിൻ്റെയോ? അതെ, സ്വപ്നാടനം എന്ന ചിത്രത്തിൽ തനിക്കും ഉണ്ട്, ലളിത ചേച്ചിക്കും ഉണ്ട് ഒരു അവാർഡ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അത് ഒരു വിശ്വസിക്കാനൊക്കാത്ത ഒരു സത്യമായി മാറി എന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഈ കലാരംഗത്ത് എനിക്കൊരു വലിയ ഒരു അംഗീകാരം കിട്ടുകയും എന്തുമാത്രമല്ല അതിലേറെ ഒരു വലിയ സംഭവമായിരുന്നു ആ അവാർഡ് നിശ കോട്ടയത്ത്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പിന്നെ ശ്രീ കരുണാകരൻ സാറാണ് അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം അവാർഡ് എനിക്ക് തന്നത്. അന്ന് ആ അവാർഡ് ദിശയിൽ പങ്കെടുത്തവരൊക്കെ നമ്മുടെ ബഹുമാന്യനായ യേശുദാസേട്ടൻ ഉണ്ടായിരുന്നു, കമലഹാസൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനവിടെ ഒരു ചെറിയ പാട്ട് പാടി, ഒരു സ്കിറ്റിൽ അഭിനയിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അന്ന് നമ്മുടെ നാന കൃഷ്ണസ്വാമി റെഡ്ഡിയാർ അദ്ദേഹം ഉള്ള സമയത്താണ്. അടുത്ത ആഴ്ചത്തെ നാനയിൽ അടിച്ചു വന്നു താരദിശയിൽ തിളങ്ങിയ താരം, ഒരു ചെറിയ ബോക്സ് ന്യൂസ്.
അപ്പോൾ നോക്കുമ്പോൾ എന്നെക്കുറിച്ച്, അതായത് ഞാൻ അഭിനയത്തിനുള്ള അവാർഡ് വാങ്ങിച്ചതോടൊപ്പം തന്നെ പാട്ടും പാടി സ്കിറ്റും ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നത്, അതൊരു ചെറിയ വാർത്തയാണെങ്കിൽ പോലും അതെന്നെ സംബന്ധിച്ച് അതൊരു വലിയ അംഗീകാരമാണ്. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം, എന്തോ ഒരു തണുപ്പ് മനസ്സിനകത്ത് നിറഞ്ഞതുപോലെയുള്ള അംഗീകാരങ്ങളും അഭിപ്രായങ്ങളും ഓരോ സ്ഥാനത്തു നിന്ന് വരുമ്പോഴും ഞാൻ അവരോടൊക്കെ മനസ്സുകൊണ്ട് നന്ദി പറയും. ഈശ്വര, ഞാനാരാ? അതൊന്നുമല്ല, പക്ഷേ എന്നാലും എന്നെ അംഗീകരിച്ചല്ലോ എന്ന് തോന്നും. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എനിക്ക് അംഗീകാരം നൽകണം എന്നും പറഞ്ഞ് ഈ നിമിഷം വരെയും ഞാൻ ആരുടെ പുറകെ പോയിട്ടില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, കേന്ദ്രത്തിലാണെങ്കിലും അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും വലിയ വലിയ അവാർഡ്, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടിയിരിക്കുന്നതൊന്നും ആരെയും പോയി കണ്ടിട്ടല്ല, അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സത്യത്തിൽ അറിയില്ല. വിഷമം തോന്നി, ഇങ്ങനെയൊന്നും പറയരുത് എന്ന് തോന്നും എനിക്ക്. ഏതായാലും ഒരു അവാർഡിനും ഇന്നും ഈ സമയം വരെ ഞാൻ എവിടെയും പോയിട്ടില്ല. എൻ്റെ അഭിനയമോ ഒക്കെ കാണുന്നു, കണ്ടിട്ട് അത് കാണുന്നവരതിൻ്റെ തീരുമാനിക്കുന്നു. ഇപ്പോഴത്തെ പോലൊന്നുമല്ല, അന്നങ്ങനെ ഏത് പാർട്ടിയാ ഏത് ജാതിയാ മതമാണെന്നൊന്നും ആരും ചോദിക്കാറുമില്ല. ചെയ്ത പ്രവൃത്തി നല്ലതാണോ അതിനുള്ള അംഗീകാരം ദൈവം തമ്പുരാൻ എവിടുന്നെങ്കിലും കൊണ്ടുതരും. ആരെയും പറ്റിച്ച് ജീവിക്കുന്നതും സുകുമാരൻ്റെ ഭാര്യയ്ക്കോ സുകുമാരൻ്റെ മക്കൾക്കോ കഴിയത്തുമില്ല. ഞങ്ങൾ അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാ. പിന്നെ തൊഴിൽപരമായിട്ട് നമ്മൾ വളരുമ്പോൾ ചിലർക്കൊക്കെ ചെറിയ ഉറുമ്പുകളിയൊക്കെ ഉണ്ടാവും. അത് പോട്ടെന്ന് വിചാരിക്കണം. അവരവരുടെ വിദ്യാഭ്യാസക്കുറവോ അല്ലെങ്കിൽ വിവരമില്ലായ്മയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അതൊക്കെ എന്തിനാ നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. എനിക്ക് എൻ്റെ എല്ലാ സഹോദരിമാരോടും പറയാനുള്ളതാണ്, ഒരിക്കലും എല്ലാവരും നല്ല സ്ത്രീ എന്ന് പറഞ്ഞൊക്കെ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക്? പറ്റത്തില്ല, അത് നടക്കത്തില്ല. അപ്പോൾ 95% പേരും നല്ലത് പറയുമ്പോഴും എവിടെങ്കിലും വിരിഞ്ഞ് 5% വേറെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യത്തിൻ്റെ പുറത്ത് നമ്മളെ അല്പസ്വല്പം തെറി വിളിക്കുകയോ ചീത്ത പറയുകയൊക്കെ ചെയ്തെന്നിരിക്കും. അത് അവരുടെ പാരമ്പര്യം, അവർ വളർന്നു വന്ന രീതി, അവരുടെ മാനസിക പ്രശ്നങ്ങൾ പലതും കാണാം അതിൽ. നമ്മളിതിനാ അപ്പം വിട്ടേരെ നിങ്ങൾ വിടുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അനാവശ്യമായിട്ട് എൻ്റെ മക്കളെ ചൊറിഞ്ഞ് നോവിക്കരുത്. കാരണം 10ലും 12ലും പഠിക്കുമ്പോൾ ഒരുപാട് വേദനിച്ചവരാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ അച്ഛൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് അമ്മയ്ക്കൊരു സമാധാനമെന്നോണം അല്ലെങ്കിൽ ഒരു സന്തോഷമെന്നോണം കരകയറി ഇത്രത്തോളം ദൂരം എൻ്റെ കുഞ്ഞുങ്ങൾ വന്നത് അവരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ്. യാതൊരു സംശയം വേണ്ട അതിൽ. തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഒരു മൂലക്കിരുത്താനൊക്കെ പല രീതിയിൽ പല ശ്രമങ്ങളും, അതിപ്പോൾ ഈ ഫീൽഡ് അങ്ങനെയാണ്, സിനിമയും രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണ്. നമ്മളെ പരമാവധി മാനസികമായിട്ട് നിരുത്സാഹപ്പെടുത്തി ഒരു മൂലയിലാടി ചീരുതി കളയാന്നൊക്കെ വിചാരിക്കും. അതൊക്കെ മുകളിലിരിക്കുന്ന ആളിൻ്റെ കയ്യിലാണ്. അല്ലാതെ ഇവിടെ നടക്കുന്നവന്മാരാരും തീരുമാനിച്ചാലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അവിടുന്ന് തീരുമാനിക്കണം, അല്ലേ? ദൈവം തമ്പുരാൻ തീരുമാനിക്കണം എങ്ങനെയാണ്. അത് നമ്മൾ ജനിക്കുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇത്രാമത്തെ വയസ്സിൽ നമ്മൾ ഈ ഭൂമി വിട്ട് പോകുന്ന വരെയുള്ളത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അധ്വാനത്തിൻ്റെ ഫലം ഭഗവാൻ കൊടുക്കുന്നതോ ദൈവം തമ്പുരാൻ കൊടുക്കുന്നതും ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ കണ്ട് മറ്റൊരാൾ പ്രതികരിച്ചോ പ്രതികരിച്ചില്ലേ, മോശമായിട്ട് പ്രതികരിച്ചോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഈ പറഞ്ഞതുപോലെ ഉപദ്രവിക്കാൻ വന്നു, ഇതൊന്നും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കത്തില്ല. കാണാം നമുക്കതെല്ലാം, ഞാനീ പറയുന്ന എല്ലാം നിങ്ങളുടെ ജീവിതത്തിലും സത്യസന്ധമായിട്ടേ വരത്തുള്ളൂ. നമ്മളെ അനാവശ്യമായിട്ട് ഒന്ന് വിഷമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് കാരണമില്ലാതെ അകാരണമായി വിഷമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനുഭവം ഞാൻ പറയാം, എന്നെ അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് മുതലും പലിശയും ചേർത്ത് അവിടെ നിന്ന് വരും. ഞാനൊരു അമ്മ എന്നുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ട് ആ ഭാഷയിൽ സംസാരിക്കണം, ചെയ്യരുത്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒരാളെ അപമാനപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിച്ച് അതിൽ നിന്ന് എന്താനന്ദം കാണാനാണ് നിങ്ങളൊക്കെ? ഞങ്ങളാരും ആരുടെടുത്തും പോയി ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ടുവച്ച് വലതുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് കയറിയ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു, ഒരു അംഗീകാരം, ആദ്യത്തെ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞു. ഇനിയും കഥകളുണ്ട്, ബാക്കി പറയാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സിനിമയിലെന്നല്ല, മൊത്തത്തിൽ ഇനി എൻ്റെ മക്കൾ സിനിമയിൽ വന്നത്, എനിക്ക് തന്നെ രസകരമായ അനുഭവങ്ങൾ പലതുണ്ട്.
സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാ നടീനടന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചപ്പോൾ ഓരോ നടന്മാരിൽ നിന്നും നടികളിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള നല്ല പാഠങ്ങളുണ്ട്. അതൊക്കെ കൂടെ നമ്മൾ ഒന്ന് എന്താ പറയുക, ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ ചിലപ്പോൾ പിന്നിലാവാം പലരുടെയും. അല്പദൂരമെങ്കിലും അവരോടൊപ്പം എത്താൻ ശ്രമിക്കുക. അത്രയും ചിന്തിച്ചാൽ മതി. ഇവരെയൊക്കെ കടത്തി വെട്ടി അങ്ങ് പോകണം എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ അധ്വാനത്തിലൂടെ അവരോടൊപ്പം എത്താൻ ശ്രമിക്കുക. ഇല്ലേ, നമ്മുടെ അധ്വാനത്തിലൂടെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ചലച്ചിത്ര ലോകത്തിനൊരു മുതൽക്കൂട്ടാവാൻ ശ്രമിക്കുക. ഈ 2 ലക്ഷ്യങ്ങളെ പാടുള്ളൂ. ബാക്കിയുള്ളവർ മല പോലെ വളർന്നാലും നമ്മൾ ചെറിയതായിട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട് ഈ ഭൂമിയിലെന്ന് കണ്ടാൽ അവരുടെ പ്രാർത്ഥന മതി നമുക്ക്. അത് യാതൊരു സംശയം വേണ്ട. ഒരു പ്രാവശ്യം ഒരു നേരമെങ്കിലും, ഞാനിതൊന്നും പറയാറില്ല, പക്ഷേ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനൊരു വെള്ളപ്പൊക്കത്തിലൊരു അമ്മയുടെ പശു ഒഴുകി പോകുന്ന കഥ ഞാൻ പറയുകയും ഒരു പശു ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ആലപ്പുഴ കളക്ടർ സാക്ഷിയാണ്. അന്ന് അമ്മ അതിനുശേഷം എന്നെ വന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞ വർത്തമാനം കേട്ട് എൻ്റെ അമ്മ അപ്പോഴത്തേക്ക് മരിച്ചു. പക്ഷേ എങ്കിലും ഞാൻ കരഞ്ഞുപോയി. ഞാൻ അങ്ങനെ കരയുന്ന ഒരാളല്ല കേട്ടോ. തൊട്ടേനും പിടിച്ചതിനും ഒന്നും ഇരുന്ന് പോകുന്ന ആളൊന്നുമല്ല. ഏതായാലും അന്നെനിക്ക് വിഷമം തോന്നി. അമ്മയ്ക്ക് പത്രക്കാരും ഇല്ല, ഫോട്ടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആലപ്പുഴ മനോരമ എഡിഷനിൽ അത് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഏതായാലും അവരുടെ അടുത്ത് പറഞ്ഞു, എന്തിനാ അമ്മേ പറയുന്നത്, ഇന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ മേരി എന്നാണ് അവരുടെ പേര്. ഞാൻ തിരി കത്തിക്കുമ്പോൾ ഒരു തിരി ഞാൻ എൻ്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി കത്തിക്കാറുണ്ടെന്ന്. സത്യം പറയണമെങ്കിൽ അന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിക്കും, അങ്ങനെ ഈ ലോകം മുഴുവനും കൂടെ കണക്കെടുക്കുമ്പം ഒരു 10 പേരെങ്കിലും അങ്ങനെ തിരി കത്തിക്കാതെയോ കത്തിച്ചുകൊണ്ടോ കത്തിക്കാതെയോ എങ്കിലും പാവം ദൈവമേ ആ ചേച്ചി മക്കൾ നന്നായിരിക്കട്ടെ എന്ന് പറയാനുണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.